ഹായ്, എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സ്ത്രീകളുടെ സൈക്കോളജിയാണ്. പൊതുവേ ഇപ്പോൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും സൈക്കോളജി അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. മുൻപ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്ത്രീകളുടെ സൈക്കോളജി അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്നേഹം ഉള്ളിൽ ഒതുക്കരുത്, അത് പ്രകടമായി തന്നെ കിട്ടണം എന്നുള്ളതാണ്. പുരുഷന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണ്. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല. ഇപ്പോൾ വാക്കുകളിലൂടെ ആണെങ്കിൽ തീരെ അവർക്ക് കഴിയാറില്ല. പക്ഷെ കുറച്ചാളുകൾ കുറച്ച് വ്യത്യസ്തരാണ്. അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. അതായത് വാക്കുകളിലൂടെ ആണെങ്കിലും എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ വലിയൊരു വിഭാഗം ആളുകൾ അങ്ങനെയല്ല. അവർ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കില്ല. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് എന്നെ ഇഷ്ടമേ അല്ല തോന്നുന്നു, കാരണം എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നതും ആ രീതിയിലായിരിക്കും. അതായത് സ്നേഹം ഉള്ളിൽ ഒതുക്കില്ല, പ്രകടമാക്കി തന്നെ തരുന്ന ആളുകളാണ് മിക്ക സ്ത്രീകളും. അതുകൊണ്ട് തിരിച്ചും അങ്ങനെ കിട്ടണം എന്നുള്ളത് അവർ വിചാരിക്കാറുണ്ട്. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, ഇവരെ ഉപദേശിക്കുന്നവരെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൊതുവേ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഉപദേശം കിട്ടണത് ആർക്കും ഇഷ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകളുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും കൂടുതൽ പേർക്കും ഉപദേശിക്കുന്ന ആളുകളെ ഒത്തിരി ഇഷ്ടമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രയോറിറ്റി തരുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ നമുക്ക് ഉപദേശം തരാറുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപദേശം തരുന്ന ആളുകൾക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് തന്നെ ഇവർ കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്രിസിയേഷന് വളരെയധികം പ്രാധാന്യം സ്ത്രീകൾ കൊടുക്കാറുണ്ട്. അതായത് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുവാണെങ്കിൽ അതിനൊരു അപ്രിസിയേഷൻ കിട്ടണമെന്ന് ഇവർ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമാവും എന്നുള്ളതാണ്. നോർമലി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. അവരിപ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയാണ്, നിനക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഈ ഡ്രസ്സ് നിനക്ക് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. ആ ഒരു ദിവസം ഫുൾ അവർ ഹാപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള അപ്രിസിയേഷൻ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളോടുള്ള സ്നേഹവും കൂടി കൂട്ടുന്ന ഒരു കാര്യമാണ്. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പരിഗണനയാണ്. പരിഗണന കിട്ടാൻ വേണ്ടി ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി കുറേ കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യണം, നിങ്ങൾ അവരെ പരിഗണിക്കണം എന്നുള്ള ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ കുറേ കാര്യങ്ങൾ അവർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി തരും, നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെയ്യും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് നടത്തി തരാൻ വേണ്ടി ശ്രമിക്കും. ഇതൊക്കെ അവർ ചെയ്യണ്ടാവും. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നല്ല, നിങ്ങൾ അവരെ പരിഗണിക്കണം, നിങ്ങൾ അവർക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുടെ കൂടെ സമയം ചെലവഴിക്കുന്ന ആളുകളെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇപ്പൊ പൊതുവെ സ്ത്രീകൾ ഒത്തിരി സംസാരിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരെന്താ വിചാരിക്കുക വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കാൻ ഒരാളെ കിട്ടണം എന്നുള്ളതാണ്. അങ്ങനെ സംസാരിക്കാൻ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതാണ്. അവരെന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളാണ് കേട്ടോ. ഞാൻ ഉൾപ്പെടെയുള്ള വിഭാഗത്തെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളത്. സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ജസ്റ്റ് ഇരുന്നാൽ തന്നെ മതി. ഇരുന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഇനിയിപ്പോൾ ജസ്റ്റ് നടക്കാൻ പോകണമെങ്കിൽ നടക്കാൻ പോവുക, ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോവുക, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. പൊതുവേ സ്ത്രീകൾ ഇങ്ങനെ, അതായത് നമുക്ക് പ്രാധാന്യം തരുന്നവരെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന, നമുക്ക് ബാക്കിയുള്ളവർ അത്രയും പ്രാധാന്യം തരണം എന്ന് വിചാരിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അവരത്രയും അധികം സ്നേഹിക്കും എന്നുള്ളതാണ്. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പുതിയ സ്കില്ലുകൾ പഠിപ്പിക്കുന്ന ആളുകളോട് ഇവർക്ക് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും. പുതിയ സ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡ്രൈവിങ്, നീന്തൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഇത്തരത്തിലുള്ള പുതിയ സ്കില്ലുകൾ പഠിപ്പിച്ചു തരുന്നത്, അതായത് സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനാണ് എപ്പോഴും സ്ത്രീകൾ കൂടുതലായിട്ട് ആകാംക്ഷ കാണിക്കാറുള്ളത്. അപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരെപ്പോൾ അട്രാക്ട് ചെയ്യണം, ഒരു നല്ലൊരു ഇമേജ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ടാക്കി വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സ്കില്ലിനെ കുറിച്ച് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി, പഠിപ്പിച്ചു കൊടുത്താൽ മതി. അതവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുള്ളതാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അവരെ കുറ്റം പറയുന്നവരെ അവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതായത് സ്ത്രീകളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകളെ എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്കാണെങ്കിൽ എന്നെ കുറ്റം പറയുന്നവരെ എനിക്കിഷ്ടമല്ല. അങ്ങനെയാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. പുരുഷന്മാർ എനിക്ക് തോന്നുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും അവരത് പെട്ടെന്ന് വിടും. കുഴപ്പമില്ല, എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരത് വിടും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞു എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മറക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം മറക്കില്ല, ഭയങ്കര ദേഷ്യം ആ ഒരാളുടെ അടുത്ത് വരും. പിന്നെ എന്ത് കാട്ടിയാലും, ചിലപ്പോൾ ചിലർക്ക് എന്ത് കാട്ടിയാലും അത് ഓക്കെ ആവില്ല. ചിലർ പെട്ടെന്ന് ഓക്കെ ആവുന്നവരുണ്ട്, ചിലർക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്.
അപ്പം ഇതൊക്കെയാണ് സ്ത്രീകളെ കുറിച്ചുള്ള കുറച്ച് സൈക്കോളജി എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി അവരോട് പെരുമാറിയാൽ അത്രയും നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്ത്രീകളുടെ സൈക്കോളജി അറിയില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഒന്നല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്